തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വാർത്താ സമ്മേളനം കൂടി വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വ്യക്തമാക്കാൻ തന്നെയാകുമല്ലേ വാർത്താ സമ്മേളനം? ഉമേഷ്, തീർച്ചയായും പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യം, തീയതി പ്രഖ്യാപിച്ചൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നത്. നിലവിൽ എത്ര വോട്ടർമാരുണ്ട്, ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തീകരിക്കേണ്ടത്, വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കാൻ പോവുക. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടികൾ നടത്തണം, ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള മതവിദ്വേഷ പ്രകടനങ്ങളോ അത്തരത്തിലുള്ള പ്രസംഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയിട്ടുമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഏത് തരത്തിൽ നടപ്പിലാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. ഒപ്പം തന്നെ മൊത്തം വോട്ടർമാർ, കൂടുതൽ വോട്ടർമാർ പേര് പട്ടികയിൽ ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ സംശയ ദൂരീകരണം, വീടുകളിലെത്തി ഈ പ്രായമായ വയോധികരുടെ അടക്കം വോട്ട് രേഖപ്പെടുത്തുന്നതിലൊക്കെ ചില ആശങ്കകളും സംശയങ്ങളും ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി 20ഓളം ലോക്സഭാ മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ ആ ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സഞ്ജയ് കൗൾ കാണുമ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് വെള്ളിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചു. അക്കാര്യത്തിൽ കാര്യമായ പരിഗണന ഇല്ലെങ്കിൽ പോലും ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം ഉണ്ടാകാൻ ഇടയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ഉമേഷ്, അത്തരത്തിലുള്ള സൂചനകൾ ഒന്നും തന്നെ നിലവിൽ വ്യക്തമല്ല. പ്രത്യേകിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചൊരു സാഹചര്യം, ഒരു രീതിയിലും ആ തീയതി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള നടപടികൾ ഒന്നും തന്നെ നടക്കാത്തൊരു സാഹചര്യമുണ്ട്. ഒരു വിഭാഗം മാത്രമാണ് തീയതി മാറ്റിവെക്കണം, കേരളത്തിലെ ഏപ്രിൽ 26 എന്നുള്ള ആ ഒരു തീയതി മാറ്റിവെക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. അത് ആ മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസമാണ്, പ്രധാനപ്പെട്ട ദിവസമാണ്. അത് വോട്ടെടുപ്പിന്റെയും വോട്ടിംഗ് ശതമാനത്തെയും ഒക്കെ തന്നെ ബാധിക്കുമെന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ അതിനെ പറ്റിയിട്ട് ഒരു ഔദ്യോഗിക തീരുമാനം അല്ലെങ്കിൽ അത് മാറ്റിവെക്കുന്ന കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തീയതി മാറ്റിയിട്ടില്ല. സമാനമായി തന്നെയായിരിക്കും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അതിലൊരു പ്രതികരണം നടത്താൻ പോവുക. എന്തായാലും അതിലൊരു ഔദ്യോഗികമായി തീയതി മാറ്റലോ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ സംശയ ദൂരീകരണമോ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഈ ഒരു സമയം ഉച്ച സമയത്ത് ആ ഒരു മതവിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഉച്ച സമയത്ത് വേണമെങ്കിൽ അവർക്കൊരു ചെറിയ ഒരു ആളുകൾക്ക് വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. മറ്റ് രാവിലെ മുതൽ ആരംഭിക്കുന്ന വോട്ട് എടുപ്പാണ്, വൈകുന്നേരം വരെ സമയമുണ്ട്, 5-5:30 വരെ സമയമുണ്ട്. അതിനിടയിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അധിക സമയം ഇവർക്ക് വേണ്ടി ഏർപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെയാണ് സംശയം നിൽക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കൂടുതൽ വിശദീകരിക്കാൻ ഇന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിൽ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിലപ്പുറം ഒരു തീയതി മാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഉച്ചയ്ക്ക് 12:30 കൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പുതിയ വോട്ടർമാരുടെ എണ്ണം, ഒപ്പം തന്നെ ഈ വോട്ട് ചേർക്കാനുള്ളവരുടെ സംശയങ്ങൾ, ക്യാൻസലായ ഇരട്ട വോട്ട് അടക്കമുള്ള വിവാദങ്ങൾ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മണ്ഡലം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇരട്ട വോട്ട് ആക്ഷേപം ഉയരുന്നുണ്ട്. ആ ഇരട്ട വോട്ടിന്റെ ആക്ഷേപം ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങളും ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള വോട്ടർമാരുടെയും മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെ ഇന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയിക്കാനുള്ള സാധ്യതകളും പ്രതികരിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഉമേഷ്, ഒപ്പം ശാലിനി, തലസ്ഥാനത്ത് വലിയ ചൂടാണ്, ചൂടിനോടൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടും കൂടുന്നുണ്ട്. എങ്ങനെയുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം? എന്തായാലും നല്ലൊരു ദൈർഘ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ? ഉമേഷ്, തീർച്ചയായും തെരഞ്ഞെടുപ്പ് ചൂട് ഒരു ഭാഗത്ത്, വേനൽ ചൂട് മറുഭാഗത്ത്. എനിക്ക് തോന്നുന്നു വേനൽ ചൂടിനേക്കാളും കടുത്ത തെരഞ്ഞെടുപ്പ് ചൂടാണ് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ്. 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ജാഗ്രതയോടെ ഒപ്പം തന്നെ ശക്തിയോട് കൂടിയാണ് ഒരു ത്രികോണ മത്സരം ഉള്ളത്. നമ്മൾ പല ഘട്ടങ്ങളിലും മുൻപ് പറയുമായിരുന്നു ശക്തമായ ത്രികോണ മത്സരം ഇല്ല എന്നൊക്കെ. പക്ഷേ ഇക്കുറി അതൊക്കെ പാടെ തിരുത്തി എഴുതുന്ന സാഹചര്യമാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രത്യേകമായി തിരുവനന്തപുരം,
ആറ്റിങ്ങൽ ഉൾപ്പെടെ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാരാണ്. കൊണ്ടും കൊടുത്തുമുള്ള അവരുടെ ഒരു പ്രചാരണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ തീരദേശ മേഖലകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് എൻഡിഎയുടെ സ്ഥാനാർത്ഥി, തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണം തുടരുകയാണ്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി അദ്ദേഹം വലിയതുറ, തിരുവനന്തപുരം നഗരത്തിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തിന്റെ ഏറ്റവും ഒരു ലാൻഡ്മാർക്ക് ആയിരുന്ന വലിയതുറ കടൽപ്പാലം ഉൾപ്പെടെ തകർന്ന സാഹചര്യമുണ്ട്. ഇടത് വലത് മുന്നണികൾ അവിടെ എത്തി വാഗ്ദാനങ്ങൾ മാത്രം നൽകി മടങ്ങുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. എന്തായാലും അവിടെ എത്തി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രദേശത്തെ യുവാക്കളുടെ ആവശ്യങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അവർ മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ ജയത്തോടുകൂടി പരിഹാരമാകും എന്നുള്ള ഉറപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ UDFന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ 3ാം ടേം പൂർത്തിയാക്കി 4ാം ടേമിലേക്ക് കടക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രചാരണവും വലിയ രീതിയിൽ നടക്കുകയാണ്. പക്ഷെ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെയൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി അദ്ദേഹത്തിനുണ്ട്. 3ാം തവണ ഉൾപ്പെടെ അദ്ദേഹം അധികാരത്തിലേറിയ ശേഷം യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പദ്ധതികളും ഒന്നും തന്നെ തലസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടില്ല. വികസന മുരടിപ്പാണ് കഴിഞ്ഞ 3 ടേമുകളിലും ശശി തരൂരിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് പാർട്ടിക്കകത്ത് തന്നെ ഒരു രഹസ്യം പറച്ചിലായി അത് പരസ്യമായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പ്രചാരണവും തുടരുകയാണ്. മുൻ MP ഒക്കെ ആയിരുന്നു. സ്വാഭാവികമായും നീണ്ട 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമൊക്കെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അതിന്റെ ഒരു ആലസ്യം ഒക്കെ ആ ഇടത് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള നടപടികളും പ്രവർത്തനങ്ങളും പന്ന്യൻ രവീന്ദ്രന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശക്തമായൊരു ത്രികോണ മത്സരം ആറ്റിങ്ങലിലും ഉണ്ട്. ലോക്സഭാ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയും NDAയുടെ സ്ഥാനാർത്ഥിയുമായ V മുരളീധരന്റെ പ്രചാരണം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അദ്ദേഹം മണ്ഡലത്തിലെ പല നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ലോക്സഭാ മണ്ഡലത്തിലെ പല മേഖലകൾ കേന്ദ്രീകരിച്ചും ഒക്കെ പദയാത്രകൾ സംഘടിപ്പിച്ചു. വലിയൊരു ജനപങ്കാളിത്തം ആ പദയാത്രയിലൊക്കെ ഉണ്ടായിരുന്നു. ആറ്റിങ്ങലിന്റെ വികസന മുരടിപ്പും ഒപ്പം തന്നെ എന്തൊക്കെ നേട്ടങ്ങൾ ഇനി ആറ്റിങ്ങലിലേക്ക് വരണം, എന്തൊക്കെയാണ് ആറ്റിങ്ങലിന്റെ ആവശ്യങ്ങൾ എന്ന് ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കേന്ദ്ര മന്ത്രിയുടെ പ്രചാരണം ഒരു ഭാഗത്ത് തുടരുന്നു. ഒപ്പം തന്നെ CPM സ്ഥാനാർത്ഥി V ജോയിയുടെ പ്രചാരണം ഒരു ഭാഗത്ത് തുടരുകയാണ്. സിറ്റിംഗ് MP ആയിട്ടുള്ള അടൂർ പ്രകാശും പ്രചരണ രംഗത്ത് സജീവമാണ്. എന്തായാലും ഒരു ശക്തമായ ത്രികോണ മത്സരം, ഒപ്പം തന്നെ കടുത്ത ഒറ്റ കാര്യം കൂടി, ഈ ത്രികോണ മത്സരം എന്ന പേര് കേരളം കേട്ടു തുടങ്ങിയത് തലസ്ഥാന നഗരത്തിൽ നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. അതിന്റെ വീറും വാശിയും അത് അക്ഷരാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 2 കേന്ദ്രമന്ത്രിമാരെ മുൻനിർത്തിയുള്ള NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു അല്പം മേൽക്കൈ NDAക്ക് ഈ മേഖലയിലൊക്കെ ലഭിക്കുന്നുണ്ട് എന്നത് അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ത്രികോണ മത്സരം എന്ന പ്രയോഗം ആദ്യം കേരളത്തിൽ കേട്ടു തുടങ്ങിയത് ഇങ്ങനെ തലസ്ഥാനത്ത് നിന്നാണ്. ഉമേഷ്, തീർച്ചയായും അത് തന്നെയാണ്. 79% വോട്ടർമാർ ഹിന്ദു വോട്ടർമാരുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ മേൽക്കൈയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം, ആറ്റിങ്ങലും ഒക്കെ തന്നെ. അവരാണ് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ആര് വിജയിക്കണം എന്നുള്ള ആ ഒരു ട്രാക്ക് ഒക്കെ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കൈകളിലാണ് എന്നുള്ളതാണ്. എന്തായാലും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു ശക്തമായ ത്രികോണ മത്സരം. അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആദ്യം പറയാം, കേരളത്തിന് തെക്കേ അറ്റത്തെ ഈ 2 മണ്ഡലങ്ങളിലാണ് എന്നുള്ളതാണ്. എന്തായാലും ജില്ല വളരെ വിശാലമായി കിടക്കുന്ന ഒരു ജില്ല. ആ ജില്ലയിൽ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, 2 പ്രധാനപ്പെട്ട NDAയുടെ സ്ഥാനാർത്ഥികൾ, കേന്ദ്രമന്ത്രിമാർ. ഒരുപക്ഷെ കൂടുതൽ കേന്ദ്ര പദ്ധതികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. കാരണം കൂടുതൽ കേന്ദ്ര പദ്ധതികൾ തലസ്ഥാന ജില്ലയിലേക്ക് എത്തുന്നു. തലസ്ഥാനം ഇനിയും ഒരുപാട് മാറാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 പേർ അധികാരത്തിലെത്തുകയാണെങ്കിൽ കൂടുതൽ വികസനം, ഒരുപക്ഷെ ഒരു സിംഗപ്പൂർ, മലേഷ്യ പോലുള്ള ഒരു നാടായി തലസ്ഥാന ജില്ല മാറുമെന്നുള്ള ഒരു അഭിമാനം പല വോട്ടർമാരും പങ്കുവെക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊരു വികസനം എത്തിക്കാനുള്ള പ്രവർത്തനത്തിൽ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ അതേ ആവേശത്തോടെ തന്നെയാണ് NDA ക്യാമ്പുകളും ഉള്ളത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് 2ാം ഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ചയോടുകൂടി കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നുള്ള അനൌദ്യോഗിക സൂചനകൾ കൂടി നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കൂടുതൽ കേന്ദ്രമന്ത്രിമാർ പ്രചാരണത്തിനിറങ്ങും. റോഡ് ഷോ ഉൾപ്പെടെ സജീവമാക്കാൻ പോവുകയാണ്. എന്തായാലും നീണ്ട 35 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചാരണ ചൂടിലേക്ക് കൂടി കടക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ആവേശം ഒട്ടും ചോരുന്നില്ല. പ്രവർത്തകരും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണവും സജീവമായി തുടരുകയാണ്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക സംഘം ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കാനുള്ള നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. വിദ്വേഷ പ്രകടനം ഉൾപ്പെടെ നടക്കാനുള്ള സാധ്യതകൾ, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെ തമ്മിലുള്ള ആരോപണങ്ങൾ, വ്യക്തിഹത്യ ഒക്കെ തന്നെ നടക്കാനുള്ള സാഹചര്യം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള
നിരീക്ഷണങ്ങൾ പരിശോധനകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഇലക്ഷൻ സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ പല മേഖലകളിലും നടക്കുന്നുണ്ട്. കള്ളപ്പണം, കോഴ ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളും ഒക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലൊരു പരിശോധന ഇലക്ഷൻ സ്ക്വാഡ് നടത്തുകയാണ്. എന്തായാലും പൂർണ്ണമായും കേരളം സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. സ്ഥാനാർത്ഥികൾ, ഒപ്പം തന്നെ പ്രവർത്തകർ, ഒപ്പം തന്നെ വിവിധ മുന്നണികളുടെ ക്യാമ്പുകളൊക്കെ വളരെയധികം സജീവമായി പ്രവർത്തിക്കുകയാണ്. ഉപേഷ്. ശരി ശാലിനി, എന്തായാലും തലസ്ഥാനം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിലാണ്. കരുത്തുറ്റ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ 2 തലസ്ഥാനത്താണ്. ആറ്റിങ്ങലും തിരുവനന്തപുരവും 2 കേന്ദ്രമന്ത്രിമാർ തന്നെ മുമ്പിൽ നിന്ന് പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ത്രികോണ മത്സരമെന്ന പദപ്രയോഗം ആദ്യം കേട്ടു തുടങ്ങിയത് ഇങ്ങനെ തലസ്ഥാനത്ത് നിന്നാണ്. അത് അതിൻ്റെ എല്ലാ വീറും വാശിയും ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രചാരണമൊക്കെ ആരംഭിച്ചിരുന്നു. ശാലിനിയാണ് തലസ്ഥാനത്ത് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.